ശനിയാഴ്ച മധ്യ അമേരിക്കയിൽ മുഴുവൻ വീശിയടിച്ച ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും നിരവധി നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. വീടുകളുടെ മേൽക്കൂരകൾ തകർന്നതും വലിയ ട്രക്കുകൾ മറിഞ്ഞുകിടക്കുന്നതും ഉൾപ്പെടെ ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടുന്ന ദൃശ്യങ്ങളടക്കം പുറത്തുവന്നു. വിവിധ സംസ്ഥാനങ്ങൾ ചുഴലിക്കാറ്റിൽ വലിയ നാശനഷ്ടമാണ് സംഭവിച്ചത്. മിസോറിയിൽ മാത്രം 14 മരണമാണ് സ്ഥിരീകരിച്ചത്. തെക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലാകെ കോടികളുടെ നാശനഷ്ടമുണ്ടായി. 7 സംസ്ഥാനങ്ങളിലെ വൈദ്യുതി ബന്ധം ചുഴലിക്കാറ്റ് താറുമാറാക്കി. ചിലയിടങ്ങളിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചെങ്കിലും വിവിധ നഗരങ്ങൾ ഇപ്പോഴും ഇരുട്ടിലാണ്. ടെക്സസിൽ പൊടിക്കാറ്റിനെ തുടർന്നുണ്ടായ കാർ അപകടങ്ങളിൽ 20 പേർ കൊല്ലപ്പെട്ടു. 26 ചുഴലിക്കാറ്റുകൾ രൂപപ്പെട്ടതായി മുന്നറിയിപ്പുകളുണ്ട്. മിസോറിയിൽ പലയിടങ്ങളിൽ ഇനിയും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനായിട്ടില്ല. സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. കൻസാസിൽ 50-ലധികം വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 8 പേർ മരിച്ചു. കടുത്ത പൊടിക്കാറ്റിനിടെ ദൃശ്യപരിധി കുറഞ്ഞതാണ് അപകട കാരണം. മരങ്ങളും വൈദ്യുതി ലൈനുകളും വീണ് കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അമേരിക്കയിലുണ്ടായ ചുഴലിക്കാറ്റിൽ 2024 54 പേരാണ് മരിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.